ഹായ് ഗായ്സ്, വ്ളോഗർ ബോയ് പ്രജേഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പച്ചക്കറികൾ കാണിച്ചു തരാനാണ്. നമ്മൾ വീട്ടിൽ തന്നെ നട്ട പച്ചക്കറികളാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഗൈസ്, ഇതാണ് ഉണ്ടമുളക്. ഇതിന് നല്ല എരിവാണ് ഗൈസ്. ഈ മുളക് നല്ല ഭംഗിയുമാണ് ഗൈസ്. ഇത് ചിലപ്പോൾ വയലറ്റ് കളറാവും, ചിലപ്പോൾ ചുവന്ന കളറൊക്കെ ആവും ഗൈസ്. പിന്നെ ഇതാണ് കിഴക്കൻ മുളകാണ് ഗൈസ്. ഇതിനും അത്യാവശ്യം എരിവുള്ള ടൈപ്പ് മുളകാണ്. ഇത് അധികം ഉണ്ടായിട്ടില്ല ഗൈസ്. പിന്നെ ഗൈസ്, ഇതാണ് വെള്ള മുളക്. ഇത് നല്ല മുളകാണ്, അത്യാവശ്യം എരിവുള്ള ടൈപ്പ് മുളകാണ് ഗൈസ്. ഇതാണ് വയലറ്റ് കാന്താരി. ഇത് ഉണ്ടായിട്ടില്ല ഗൈസ്, ഉണ്ടായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ ഇതാണ് ചീര. ഇപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി മുറിച്ച കാരണമാണ് ഇത്രയായിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ മുഴുവനായിട്ടുള്ളത് കാണിച്ചു തരുന്നുണ്ടോ ഗൈസ്. വടക്കുംപട്ട ചേമ്പാണ് ഗൈസ്. ഇത് നല്ല അടിപൊളി ചേമ്പാണ്, നല്ല ടേസ്റ്റുള്ള ചേമ്പാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇതാണ് എന്താ എനിക്കറിയില്ല ഗൈസ്, ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞതാണ്. ഇതെന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയായിരുന്നില്ല, തന്നെ വന്ന് മുളച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതാണ് കുമ്പളം. പടർന്ന് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്താ നന്നായി പടർന്നിട്ടൊക്കെ ഉണ്ട് ഗൈസ്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് കുമ്പളം ഗൈസ്. ഇതാണ് വെള്ളരി. നല്ല ഭംഗിയുണ്ട് ഗൈസ്. വെള്ളരി ഉണ്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതൊക്കെ വെള്ളരികളാണ് കേട്ടോ ഗൈസ്. ഈ ടയറുകളിൽ നട്ടിട്ടുള്ളതൊക്കെ വെള്ളരികളാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ വെള്ളരികളാണ് ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ വാഴ. റോബസ്റ്റ് വാഴയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കോഴി കയറാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഗൈസ്. ഇതിലുള്ള തൈകൾ വെള്ളരിയുണ്ട്, തണ്ണിമത്തനുണ്ട്, വെണ്ടത്തൈയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ തക്കാളി തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. കോഴികൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര ശല്യമായിട്ടായിരുന്നു ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഗൈസ്. ഇതാണ് 1.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ്. നല്ല അടിപൊളി പ്ലാവാണ്. 1.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് കേട്ടോ ഗൈസ് ഇത്. പിന്നെ ഗൈസ്, ഇതൊക്കെ കൊള്ളികളാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ ഫുൾ കൊള്ളികളാണ്. പിന്നെ ചേമ്പുണ്ട് കേട്ടോ ഗൈസ്, ചേമ്പുകളുണ്ട്. പിന്നെ മത്ത ഉണ്ട് അവിടെ. മത്ത കൂടെ കുറേ പടർന്നിട്ടുണ്ട് ഗൈസ്. ഉണ്ടോ ഗൈസ്, നന്നായി മത്ത പടർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് മത്ത ഗൈസ്. ഇത് മത്തങ്ങയാണ് ഗൈസ്. പിന്നെ ഇതാണ് കുറ്റിമുരിങ്ങയാണ് കേട്ടോ ഗൈസ് ഇത് ഗൈസ്. പിന്നെ ഇതാണ് വഴുതനങ്ങ തൈ. അപ്പോൾ ഇതിൽ വഴുതനങ്ങയുടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് തക്കാളി തൈ. ഇതിൽ തക്കാളി ഉണ്ടായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഇതാണ് തക്കാളി തൈ ഗൈസ്. പിന്നെ ഇത് മുളകുകളാണ്. ഇതൊക്കെ മുളകുകളാണ് ഗൈസ്. പിന്നെ അതിൽ വഴുതനങ്ങയുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇതാണ് കയ്പ പടർന്നു തുടങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ കയ്പ പടർന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ കേബേജുകളാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ടല്ലേ, കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. ഇതൊക്കെ കൊള്ളികളാണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി കൊള്ളികളാണ് ഗൈസ്. 6 മാസ കൊള്ളികളാണ് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ തന്നെ കണിക്കൊന്ന പൂത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഗൈസ് കണിക്കൊന്ന കൊള്ളികളാണ് ഗൈസ്. പിന്നെ മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട്. മഞ്ഞളും ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ മഞ്ഞളൊക്കെ നട്ടിട്ടുള്ളത് മുള വന്നിട്ടില്ല. മുള വന്നാൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.